അപ്പോൾ അവർ ഞങ്ങൾ ചെറുതായിട്ടൊരു സ്വീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഉണ്ടാകുക. അതെ 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 അതുകൊണ്ടാണ് സാറ് നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ ടിവിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ചങ്കോട്ടിയിലാണ് സ്റ്റേ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇതാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം കുറച്ച് ലേറ്റ് ആയി. ഇന്നലെ കുറച്ച് കാര്യങ്ങൾ അതുകൊണ്ട് ഞങ്ങളിന്നിപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ ഞങ്ങൾ വഴിയിൽ കാണിക്കാം. അപ്പം ഞങ്ങൾ സ്റ്റാർട്ടായി. അവിടുന്ന് ഏകദേശം റോഡിലെല്ലാം അത്യാവശ്യം തിരക്കായി. ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയുള്ളൂ. ചങ്കോടി ടൗണിൽ നിന്ന് ഇപ്പോൾ പാസ്സായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എടരിക്കോട്, അടുത്ത സ്റ്റോപ്പ് എടരിക്കോടാണ്. എടരിക്കോട് എത്താൻ പോവാണ്. എത്തൊരു 10-20 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ എടരിക്കോട് എത്തും. കുറച്ച് നേരത്തെ ഇറങ്ങണമായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് നല്ല ലേറ്റായി കിടക്കൊണ്ട് ഇറങ്ങാൻ പറ്റില്ല. കുറച്ച് എന്തായി, ഫസ്റ്റ് ദിവസമല്ലേ, അങ്ങോട്ട് അധികം റെസ്റ്റ് എടുക്കാതെ പോയാലും ക്ഷീണമാകുമെന്ന് വിചാരിച്ച് കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങുന്നത്. കുറച്ച് ക്ഷീണമെല്ലാം മാറ്റിയിട്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഞങ്ങൾ നടക്കാനെല്ലാം ഫിറ്റ് തന്നെയാണ്. നല്ല ഇതന്നെയാണ്. വൈഫുകളാണെങ്കിലും നല്ല സ്മാർട്ടായിട്ട് തന്നെ നടക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ ജസ്റ്റ് എടരിക്കോടില്ലേ, അവിടെ എത്തിയപ്പോൾ നമ്മൾ ടാഗ് കണ്ടിട്ട് നമ്മളോട് ചോദിച്ചതാണ് നിങ്ങളുടെ പേരെന്താ? എന്താ? വെങ്കടേശ്വരി. അവിടെ വർക്ക് ചെയ്യാം? അതെ, അവിടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞത്. നമ്മളിപ്പോ എടരിക്കോടാണ്. നമ്മള് 3 കിലോമീറ്റർ കൂടി പോയിട്ടുണ്ടെങ്കിൽ കോഴിച്ചന അല്ലേ? ഇന്നലെ ഞങ്ങള് സ്റ്റേ ചെയ്യേണ്ട സ്ഥലമായിരുന്നു കോഴിച്ചന. പക്ഷേ എന്നാലും കുഴപ്പമില്ല. 3 കിലോമീറ്റർ ബാക്കിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ഇപ്പോൾ ഇവിടെ എടരിക്കോട് നിന്ന് ഇപ്പോൾ പാസ്സായി. വശം ഇതാണ് എടരിക്കോട് ടൗണ്. എടരിക്കോട് ടൗണ്. ഇവിടെ കോഴിച്ചന തരയായി. കോഴിച്ചന സ്റ്റോപ്പ് എത്താനായി. അപ്പോൾ അതിൻ്റെ മുന്നേ ഇവർ കോൺഗ്രസിൻ്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് മിശ്രുദ്ദീൻ ഇവരുണ്ട്. അപ്പോൾ അവർ ഞങ്ങൾ ചെറുതായിട്ടൊരു സ്വീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകും. കോഴിച്ചനയിലേക്ക് പോകുന്നതാണ്. ഒന്നും വേണ്ട. ഞങ്ങളങ്ങോട്ട് നിങ്ങളെവിടല്ലേ? വനിത. ഫുഡ് അതല്ലേ ഇവിടെ കയറിയത്. അതല്ലേ, അത് അങ്ങനത്തെ ഹോട്ടലേ നമ്മൾ കയറുള്ളൂ. ഹോട്ടലിലെല്ലാം റൂം എടുത്തിട്ടാണ് പോകുന്നത്. ഇപ്പം ഇന്നലെ ഞങ്ങൾ ചങ്കോട്ടിയിലാണ് റൂം എടുത്തത്. ഇനിയിപ്പോൾ ഞങ്ങൾ ഏകദേശം രാമനാട്ടരെ പിടിക്കണം. അവിടെ പിടിക്കണം. ഏകദേശം 3 മാസം പിടിക്കും. വർഷങ്ങളോളം ഉണ്ടാക്കി പരിചയമുണ്ടല്ലോ നിങ്ങൾക്കെല്ലാം. അപ്പം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാകുമല്ലോ.
നിൽക്കുന്നത് 2 ചേച്ചിമാരാണ്. ഈ ചേച്ചിയാണ് മെയിൻ ചേച്ചി. അപ്പോൾ വീട്ടിൽ അതേ ആ ടേസ്റ്റ് നമുക്ക് കിട്ടും. വീട്ടിൽ നമ്മളെ സ്വന്തം അമ്മമാരുണ്ടാക്കണ അല്ലെങ്കിൽ അമ്മമാരുണ്ടാക്കണ അതെ മായങ്ങളൊന്നും ഉണ്ടാക്കാതെ മായങ്ങളൊന്നുമില്ല, നാച്ചുറൽ ഫുഡാണ്. അതന്നിപ്പോൾ ഇവിടെ വരുന്ന ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മീൻ പൊരിക്കുമ്പോഴത്തേന് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും അത് ചേർക്കത്തില്ല. ഇത് ഇഞ്ചി വെളുത്തുള്ളി അതെ, അപ്പോഴാണ് മെയിൻ ടേസ്റ്റ് കിട്ടുള്ളൂ. അതെ അതെ അതെ, അപ്പോഴാണ് മെയിൻ ടേസ്റ്റ് കിട്ടുള്ളൂ. അതെ അതെ. അപ്പൊ ഈ റൂട്ടിലെല്ലാം വരുമ്പോ കോഴിച്ചന ഭാഗത്ത് വരുമ്പോ വനിതാ ഹോട്ടൽ ഫുഡ് ഉണ്ട്. അടിപൊളി ഫുഡാണ്. കോഴിക്കോട്ടിലേക്ക് പോകുമ്പോ ലെഫ്റ്റ് സൈഡിലാണ് ഇവരെ ഹോട്ടൽ കാണും, വലിയ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാരും കയറി ടേസ്റ്റ് നോക്കാം, ഈ ഹോട്ടലിലെ ഫുഡിന്റെ ടേസ്റ്റ് നോക്കാം. വിഷലായിട്ടില്ല അടുത്ത വിഷയം. എത്ര വർഷമായി ഇപ്പൊ നിങ്ങളിത്? അതിന് പിന്നെ ശരിക്കും മൂല്യരാണ്. ഭക്ഷണം ഉണ്ടാക്കി തുടങ്ങിയിട്ട് 8 വർഷമായി. 8 വർഷം. ഞങ്ങള് വഴിയിൽ കണ്ടിട്ട് ഞങ്ങളെ പരിചയപ്പെട്ടതാണ് ഇവര് ഇവിടെ തന്നെയാണ്. കോഴിച്ചന എന്താ പേര് പറഞ്ഞു? ഇവിടെ പൂക്കിപ്പറമ്പാണ്, വീട് കോഴിച്ചനാണ്. പേര് അൻവർ. ഞാൻ അൻവറാണ്. നിങ്ങള് ഉസ്മാൻ. ഏതായാലും നിങ്ങളെ യാത്രയിൽ എല്ലാവിധ ആശംസകളും. കാശ്മീർ എത്തിയിട്ട് നിങ്ങളെ എല്ലാ അവിടുത്തെ ആസ്വാദനങ്ങളും ഞങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ട് ചെയ്യാം. അപ്പം നമ്മൾ വെന്നൂർ എത്തിയപ്പോൾ അവിടുത്തെ സിറ്റി ചാനൽ നമ്മളൊന്ന് വന്നിട്ട് മീറ്റ് ചെയ്തതാണ്. കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞു. നമ്മൾ മസാലയൊക്കെ വെറൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ 2 മാസം ആവണേ ഉള്ളൂ. ഇപ്പം നല്ല റിസൾട്ടാണ് ദൂരത്തിന് ആൾക്കാർ വരുന്നത്. ഈ റൂട്ട് പോകണം. കോഴിക്കോട് പോകുമ്പോ വെന്നൂര് എന്തായാലും കയറാം. ഹൈവേയിലാണ്. അപ്പം എല്ലാവരും ഇവിടെ കയറാം. ഇവിടുത്തെ ടേസ്റ്റ് നോക്കാം, എങ്ങനെയാണ് ടേസ്റ്റ്. I feel nauseous, believe me. Never had a lot of shit come easy. Had to work hard, struggle just to be me. Had to rise up just so they could see me. Did what I had to do just to feed me. And what was left over I put towards my dreaming. But the only thing in life that has meaning are the things you gotta work for, believe me. Take into your hands a plan. Your own hands can land your own brand. And damn, I feel like no one takes accountability. They want the credibility, convincingly unwilling to put in the fucking hours it takes to get some power. Don't be fucking sour. Take a cold shower. Scream until you're louder. Work until you're prouder. And fuck all the doubters, they're just fucking downers.
swear to God they all let me down. I always fought just to wear the crown. I'm pissed off at these fucking clowns who were all taught they deserve an ounce. It's only worth it if you work for it. It's only worth it if you work for it. I won't stop till they hear me now. I won't stop till I wear the crown. I'm just telling you to fight for your dreams, but it's not what it seems. Man, it's hard to be seen when everybody wants to be king. Yeah, they all wanna ring, yeah, we all wanna be free. So show me what you got, what you bring, how you fight in the ring, how you take a fucking swing. Do you got heart, are you mean? Got some scars, got some needs, are you willing to go bleed? I swear to God they all let me down. I always fought just to wear the crown. I'm pissed off at these fucking clowns who were all taught they deserve an ounce. It's only worth it if you work for it. It's only worth it if you work for it. I won't stop till they hear me now. I won't stop till I wear the crown. I swear to God they all let me down. I always fought just to wear the crown. I'm pissed off at these fucking clowns who were all taught they deserve an ounce. It's only worth it if you work for it. It's only worth it if you work for it. I won't stop till they hear me now. I won't stop till I wear the crown. ഞങ്ങളോട് ഒരു ഇതാണ്, ഞങ്ങളുടെ കൂടെ ഒന്ന് പരിചയപ്പെടാൻ വന്നതാണ്. അപ്പോൾ പേര് പറഞ്ഞേ? അസ്ലാമിൻ്റെ അസ്ലാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഏകദേശം നടന്ന് ഇവിടെ എത്തി. ഇവിടെ കുറച്ച് എത്തിയപ്പോൾ ആണ് നമ്മൾ ഇത് കണ്ടിട്ട് നമ്മുടെ നാട്ടുകാരനാണ് ഇവർ നമ്മളെ തേടി എത്തിയതാണ്. ഇവിടെ നമ്മളെ തേടിയിട്ട് ഒരു പരിചയപ്പെടാൻ എത്തിയതാണ്. അതൊന്ന് പേര് പറഞ്ഞാൽ റഹീം. നിങ്ങളുടെ ഷാക്കിർ. Try to play, but you're never gonna beat me. Look the other way, what I'm doing ain't easy. Bloody hands stained from the people who deceive me. Muddy hands break through the chains, go free me. Looking for change, looking for pain, pulling a mob, pushing a train. I'll never stop, stick to a lane, pick up the pieces and go rearrange. I'll be the best above all the rest, put me to the test and expect nothing less, your checkers, I'm chess, what's happening next, yeah. He got the venom, a tangible weapon, no coming in second. This life is a lesson, he got a new engine from pain, it's a blessing. New focus, no guessing, just bold and obsession. All in his possession, you got their attention. I'll leave an impression and take your redemption. Just kill no discretion, your mind is a weapon. 11-11, it's time for progression, You could try to play, but you're never gonna beat me. Look the other way, what I'm doing ain't easy. Bloody hands stained from the people who deceive me. Muddy hands break through the chains, go free me. People like sheep move feet, hurt it easy. You don't wanna be fast asleep when they scheming. Better stand tall, ready for a fight, believe me. When they try the chains, you can say no, free me. So he's been looking for somebody who could save him, instead of searching inside for what they gave him. A strong will, strong mind causes mayhem. We could change the world, change times, rearrange them. Staying on pace, running the race. Life is a chase, I don't want a place, I wanna be first. Work till it hurts, dehydrated thirst till I'm in a hearse. High ambitions and the right mind can take you so far. It's like you lived a few lifetimes. Take off, I'ma break off from the weak minds. They can stay soft, you can change lives, you create thoughts, never waste time. You got one shot, you got one life, better pop off. What do you like? Make a dream job. No 9-5, no mean boss, just my life and free thoughts. You could try to play, but you're never gonna beat me. Look the other way, what I'm doing ain't easy. Bloody hands stained from the people who deceive me. Muddy hands break through the chains, go free me. People like sheep move feet, hurt it easy. You don't wanna be fast asleep when they scheming. Better
better stand tall, ready for a fight, believe me. When they try to change, you can say no, free me. അതെ, ചേളാരി ആ ഭാഗത്ത് നമുക്ക് സ്റ്റേ കിട്ടുമെന്ന് ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ കിട്ടുമെന്ന് വിചാരിച്ച് പോയതാണ്. അപ്പൊ ഞങ്ങള് ഫസ്റ്റ് സ്റ്റേ ആണ്, ഫസ്റ്റ് സ്റ്റേ കൂടിയാണ് ഈ യാത്രയിലെ ഫസ്റ്റ് സ്റ്റേ. ഞങ്ങളെ ഹോം സ്റ്റേ തരുന്നത് ഇവരാണ്, സലീം സാറാണ്. അപ്പൊ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഒരിക്കലും കുഴപ്പമില്ല, നമുക്ക് അവരത് പരിചയപ്പെടാം. പരിചയപ്പെടും. ഞങ്ങളിന്ന് സ്റ്റേ ആകുന്നത് ഇവരുടെ വീട്ടിലാണ്. അൻവർ സാറിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവരുടെ ഫാമിലിയാണിത്. അവരെല്ലാം വേറെ ചെറിയ മോനാണ്. ഏതാ മോനെ? മോനൊരു അംജിത്ത്. ഇത് അൻസാറിൻ്റെ വൈഫാണ് ഫാത്തിമ. ഇത്രയാണ് സാറ് അൻവർ സലീം സാർ. അതെ അതെ, അതുകൊണ്ടാണ് സാറ് നിർണയിച്ചത്. സ്റ്റേ വിളിച്ചു തരാണ് നമുക്ക് ചെയ്തത്. ഫസ്റ്റ് സ്റ്റേ ആണ് നിങ്ങൾ സാറേ, ഫസ്റ്റ് സ്റ്റേ ആണ് കേരളത്തിലെ ഫസ്റ്റ് സ്റ്റേ ആണ് നിങ്ങൾ. ഒരുപാട് സന്തോഷമുണ്ട്. അതെ.